നമസ്കാരം. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഇത്രയും എൻ്റെ ബാക്കിയുള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇത്രയും നേരം അല്ലെങ്കിൽ ഇത്രയും വീഡിയോസ് എന്ന് പറയുമ്പോൾ നമ്മൾ വോയേജ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ തിയറീസ് ആണെങ്കിലും ശരി, പ്രോബ്ലംസ് ആണെങ്കിലും ശരി നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയും നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത ഒരു ചാപ്റ്ററിലേക്കാണ്. അക്കൗണ്ട്സ് ഓഫ് ദ ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് പർച്ചേസ് സിസ്റ്റം. അതായത് ഒരു ഹയർ പർച്ചേസിന് സിസ്റ്റത്തിൽ നമ്മൾ അക്കൗണ്ട്സ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഇൻസ്റ്റാൾമെൻറ്റ് പർച്ചേസ് സിസ്റ്റത്തിൽ നമ്മൾ അക്കൗണ്ട്സ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഡീൽ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഹയർ പർച്ചേസ് സിസ്റ്റം. ഹയർ പർച്ചേസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സിംപിളി ഇറ്റ്സ് എൻ എഗ്രിമെൻറ്റ് ഓഫ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ്. അതായത് ഒരു സാധനം വാങ്ങുക, വിൽക്കുക, അതുമായി ബന്ധപ്പെട്ട് ഒരു എഗ്രിമെൻ്റാണ്, ഒരു കരാറാണ് ഈ പറയുന്ന ഹയർ പർച്ചേസ് സിസ്റ്റം. പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, അതായത് ഇൻസ്റ്റാൾമെൻറ്റിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പേയ്മെൻറ്റ് കൊടുക്കേണ്ടത്. അതായത് ഈ ഹയർ പർച്ചേസ് സിസ്റ്റം അനുസരിച്ച് രണ്ട് വ്യക്തികളാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത്. ഒന്ന് എന്ന് പറഞ്ഞാൽ ഹയർ പർച്ചേസർ, അതായത് പർച്ചേസ് ചെയ്യുന്ന വ്യക്തി. രണ്ടാമെന്ന് പറഞ്ഞാൽ ഹയർ വെൻഡർ, അതായത് സെല്ല് ചെയ്യുന്ന വ്യക്തി. അപ്പോൾ ഒരു പർച്ചേസറും കാണും, ഒരു സെല്ലറും കാണും. പക്ഷേങ്കിൽ അവർ തമ്മിലുള്ള കരാർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ സെല്ലർ അയാളുടെ ഗുഡ്സ് പർച്ചേസർക്ക് കൈമാറും. അപ്പോൾ പർച്ചേസർ ഒരു നിശ്ചിത തുക ഇൻസ്റ്റാൾമെൻറ്റ് എന്ന തോതിൽ മാസമോ 2 മാസം കൂടി ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ വർഷമോ ഒരു നിശ്ചിത തുക, ഒരു ഫിക്സഡ് ഉള്ള ഒരു എമൗണ്ട് ഈ പറഞ്ഞ സെല്ലർക്ക് കൈമാറും. ഇപ്പം ഞാനൊരു അസറ്റ്, ഫോർ എക്സാമ്പിൾ ഞാനൊരു അസറ്റ് വാങ്ങിച്ചു, 1000 രൂപയുടെ അസറ്റ്, 1000 അല്ല 1,00,000 രൂപ വില വരുന്നൊരു അസറ്റാണ്. അപ്പം ഞാൻ വാങ്ങിച്ചത് എ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങൾ തമ്മിലുള്ള എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഹയർ പർച്ചേസ് സിസ്റ്റമാണ് ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു നിശ്ചിത ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുമ്പോൾ 5 തവണകളായിട്ടാണ് പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ, ഇൻസ്റ്റാൾമെൻറ്റ് 5 തവണകളായിട്ട് പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ 1,00,000 ഡിവൈഡ് ബൈ 5, ദാറ്റ് മീൻസ് ഓരോ കൊല്ലം, അതായത് ആദ്യത്തെ കൊല്ലം 20,000 രൂപ കൊടുക്കണം, രണ്ടാമത്തെ കൊല്ലം 20,000 രൂപ, മൂന്നാമത്തെ കൊല്ലം 20,000 രൂപ, നാലാമത് കൊല്ലം 20,000 രൂപ, അങ്ങനെ 5ാമത്തെ കൊല്ലം 20,000 രൂപ. ഇങ്ങനെ 5 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് ഞാൻ ഈ പറയുന്ന അസറ്റിൻ്റെ തുക സെല്ലർക്ക് കൈമാറുന്നത്. അപ്പം 5ാം വർഷം 20,000 രൂപ കൊടുത്തെങ്കിൽ മാത്രമേ ആ അസറ്റിന്മേൽ പർച്ചേസർ എന്ന നിലയിൽ എനിക്ക് അവകാശം വരത്തുള്ളൂ. ഓണർഷിപ്പ് എനിക്ക് ലഭിക്കണമെങ്കിൽ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചെങ്കിൽ മാത്രമേ എനിക്ക് ആ അസറ്റിന് മുകളിലുള്ള അവകാശം ലഭിക്കത്തുള്ളൂ, ഓണർഷിപ്പ് ലഭിക്കത്തുള്ളൂ, ഉടമസ്ഥ ലഭിക്കത്തുള്ളൂ. ദാറ്റ് മീൻസ് ഹയർ പർച്ചേസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസറ്റ് നമ്മൾ വാങ്ങിച്ചു, പക്ഷേങ്കിൽ ആ അസറ്റ് നമ്മളുടെ കൈവശം വെക്കാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ, പൊസഷൻ മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ, ഉടമസ്ഥ അവകാശം നമുക്ക് ലഭിക്കത്തില്ല. അപ്പോൾ ആ രീതിയിലുള്ള എഗ്രിമെൻറ്റിനെയാണ്, ആ രീതിയിലുള്ള പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സിൻ്റെ എഗ്രിമെൻറ്റിനെയാണ് ഹയർ പർച്ചേസ് സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഹയർ പർച്ചേസ് സിസ്റ്റം അല്ലെങ്കിൽ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതിലൊന്നാമതാണ് ട്രാൻസ്ഫർ ഓഫ് പൊസിഷൻ. അതായത് ഗുഡ്സ് കൈവശം വെക്കാനുള്ള, അല്ലെങ്കിൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഏത് വസ്തുവാണോ അസറ്റാണോ നമ്മൾ വാങ്ങുന്നത്, ഏത് ആർട്ടിക്കിളാണോ നമ്മൾ വാങ്ങുന്നത്, അവ കൈവശം വെക്കാനുള്ള അധികാരം മാത്രമേ നമുക്കുള്ളൂ, ഉടമസ്ഥാവകാശം നമുക്കില്ല. അതുകൊണ്ട് വേറെ ആൾക്ക് വിൽക്കാനൊന്നും നമുക്ക് അവകാശം ഇല്ല. അടുത്താണ് പീരിയോഡിക്കൽ ഇൻസ്റ്റാൾമെൻറ്റ്. എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ വർഷവും കൃത്യമായി ഒരു നിശ്ചിത തുക നമ്മൾ എന്ത് ചെയ്യണം, സെല്ലർക്ക് കൊടുത്തിരിക്കണം, പർച്ചേസ് വെൻഡർക്ക് കൊടുത്തിരിക്കണം, പർച്ചേസ് സെല്ലർക്ക് കൊടുത്തിരിക്കണം, ഹയർ പർച്ചേസ് സെല്ലർക്ക് കൊടുത്തിരിക്കണം, ഹയർ പർച്ചേസ് വെൻഡർക്ക് കൊടുത്തിരിക്കണം പീരിയോഡിക്കൽ ഇൻസ്റ്റാൾമെൻറ്റ്സ്. അടുത്ത പൊതുവേ ഈ ഹയർ പർച്ചേസ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ഗുഡ്സിനാണ്, മെഷീനറി, പ്ലാന്റ് ആൻഡ് മെഷീനറി, അങ്ങനെയുള്ള ഫിക്സഡ് അസറ്റുകൾക്കാണ്. അങ്ങനെയുള്ള ക്യാപിറ്റൽ ഗുഡ്സിനാണ് നമ്മൾ പൊതുവേ ഈ പറയുന്ന ഹയർ പർച്ചേസ് സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതായത് ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ലോങ്ങർ ലൈഫാണ് അല്ലേ. നമ്മളൊരു അസറ്റ്, ഒരു മെഷീനറി വാങ്ങിച്ചു, 5 കൊല്ലത്തേക്കും 10 കൊല്ലത്തേക്കും 25 കൊല്ലത്തേക്കും ആയിരിക്കും നമ്മൾ ആ മെഷീനറി ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ക്യാപിറ്റൽ ഗുഡ്സിന് മാത്രമേ നമ്മൾ ഈ പറയുന്ന ഹയർ പർച്ചേസ് സിസ്റ്റം നമ്മൾ ഉപയോഗിക്കാറുള്ളൂ.
അടുത്തതെന്ന് പറഞ്ഞാൽ ഡൗൺ പേയ്മെൻ്റ് ആണ്. ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഹയർ പർച്ചേസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ എഗ്രിമെൻറ്റ് ഓഫ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് എന്നാണ്. അപ്പോൾ ആ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഹയർ പർച്ചേസർ ഒരു തുക ഹയർ വെൻഡർക്ക് കൊടുക്കണം. ഹയർ പർച്ചേസർ എന്ന് പറഞ്ഞ വ്യക്തി ഹയർ വെൻഡർക്ക് ഒരു നിശ്ചിത തുക കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ബാലൻസ് ഉള്ള തുക പല ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് പല ഇൻ്റർവെൽസ് ആയിട്ട് കൊടുത്താൽ മതിയാകും. അടുത്ത പോയിൻ്റാണ് ഓപ്ഷൻ ടു പർച്ചേസ് എന്ന് പറഞ്ഞാൽ, അതായത് ഹയർ പർച്ചേസ് ഷുഡ് ബി ഗിവൺ പവർ ടു എക്സസൈസ് ദ ഓപ്ഷൻ ടു പർച്ചേസ് ദ ഹയർ ഗുഡ്സ്. അതായത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണല്ലോ നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത്. അങ്ങനെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമ്മൾ പേയ്മെൻറ്റ് നടത്തുമ്പോൾ ആ ഗുഡ്സ്, ആ ആർട്ടിക്കിൾ, ആ ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങാനുള്ള ഒരു അധികാരം കൂടെ ഹയർ പർച്ചേസറിന് കൊടുത്തിരിക്കണം. അതായത് നമ്മൾ പൊസഷൻ മാത്രമേ ലഭിക്കുന്നുള്ളൂ അല്ലേ, ആ പർട്ടിക്കുലർ ക്യാപിറ്റൽ ഗുഡ്സ് അല്ല ആ പർട്ടിക്കുലർ അസറ്റ് കൈവശം വെക്കാനുള്ള അവകാശം മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. അത് കൈവശം വെച്ചാൽ മാത്രം പോരാ, അവസാനത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചു കഴിയുമ്പോഴത്തേനും അത് നമ്മളുടെ ഓണർഷിപ്പിലേക്ക് നമുക്ക് ആ ഗുഡ്സിൻ്റെ ടൈറ്റിൽ നമുക്ക് ലഭിക്കുന്ന രീതിയിൽ പർച്ചേസ് ചെയ്യാനുള്ള അവകാശം കൂടെ നമുക്ക് എന്ത് ചെയ്യണം, ലഭിച്ചിരിക്കണം. ടൈറ്റിൽ ഇൻ ദ ഗുഡ്സ്, അതായത് ലാസ്റ്റ് പേയ്മെൻറ്റ് നടത്തുമ്പോൾ എപ്പോഴാണ് നമ്മൾ ലാസ്റ്റ് പേയ്മെൻറ്റ് നടത്തുന്നത്? അഞ്ച് തവണകളായിട്ടാണ് പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ ആ 5ാം തവണ എപ്പോഴാണോ നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത് അപ്പോൾ മാത്രമേ നമുക്ക് ആ ഗുഡ്സിൻ്റെ മേലുള്ള ഓണർഷിപ്പ് നമുക്ക് ലഭിക്കത്തുള്ളൂ. ഇനി അടുത്തതാണ് ടെർമിനേഷൻ ഓഫ് എഗ്രിമെൻറ്റ്. ടെർമിനേഷൻ ഓഫ് എഗ്രിമെൻറ്റ് എന്ന് പറയുമ്പോൾ അതായത് ഹയർ പർച്ചേസർ, അതായത് ഈ ഹയർ പർച്ചേസ് സിസ്റ്റം അനുസരിച്ച് ഗുഡ്സ് വാങ്ങുന്ന വ്യക്തി ഹയർ പർച്ചേസർ അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും ഈ പറഞ്ഞ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് വിഡ്രോ ചെയ്യാം. എപ്പോൾ വേണമെങ്കിലും ആ എഗ്രിമെൻറ്റ് ടെർമിനേറ്റ് ചെയ്യാം. എപ്പോൾ വേണമെങ്കിലും ആ എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്യാം. അതായത് ഈ പറയുന്ന ഹയർ പർച്ചേസ് സിസ്റ്റത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ഏത് അസറ്റാണോ ആ അസറ്റ് കൈപ്പറ്റുന്നതിന് മുമ്പ് 5ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ സ്വന്തമായി മാറി. അതിനൊക്കെ മുമ്പ് എപ്പോൾ വേണമെങ്കിലും ഈ പറയുന്ന എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്യാൻ ഹയർ പർച്ചേസർക്ക് അവകാശമുണ്ട്. അടുത്താണ് റൈറ്റ് ടു റീപൊസഷൻ. അതായത് 5 തവണ ആദ്യത്തെ എക്സാമ്പിളിലൂടെ നമുക്കൊന്നുകൂടെ കടന്നു പോകാം. ഞാൻ പറഞ്ഞു ഞാൻ വാങ്ങുന്ന അസറ്റിൻ്റെ വില 1 ലക്ഷം രൂപയാണ്. 5 തവണകളായിട്ടാണ് 1 ലക്ഷം രൂപ ഹയർ സെല്ലർക്ക് കൊടുക്കുന്നത്. 20,000 രൂപയൊക്കെ വെച്ചിട്ട്. അപ്പം ഈ ഏതെങ്കിലും ഒരു വർഷത്തിൽ നമ്മൾ ഈ പറഞ്ഞ ഇൻസ്റ്റാൾമെൻറ്റ് തുക അടച്ചില്ലെങ്കിൽ, വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഹയർ പർച്ചേസ് വെൻഡർക്ക് അതായത് സെല്ലർക്ക് എപ്പോൾ വേണമെങ്കിലും ആ ഗുഡ്സിനെ റീപൊസഷൻ ചെയ്യാൻ പറ്റും. തിരിച്ച് എടുത്തുകൊണ്ട് പോകാൻ സാധിക്കും. ആർക്ക് സാധിക്കും? ഈ പറഞ്ഞ ഹയർ വെൻഡർക്ക് സാധിക്കും. അടുത്തതാണ് നമ്മളുടെ ഹയർ പർച്ചേസുമായി ബന്ധപ്പെട്ട് ഏകദേശം പ്രധാനപ്പെട്ട 5 ടേമുകളാണ്. ദാറ്റ് മീൻസ് ഈ ടേമുകൾ നിങ്ങൾ നന്നായിട്ട് ബൈഹാർട്ട് ആക്കണം. ഈ ടേമുകളിലൂടെയാണ് നമ്മൾ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ക്യാഷ് പ്രൈസ്. അതായത് ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ആ അസറ്റിൻ്റെ വില. ഒരു അസറ്റിൻ്റെ വില 1 ലക്ഷമാണെങ്കിൽ ആ 1 ലക്ഷം രൂപ ഒറ്റയടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഓണർഷിപ്പ് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ലംസം പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ അസറ്റ് നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ അസറ്റിൻ്റെ ഫുൾ എമൗണ്ടിനെയാണ് ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്. ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അതായത് ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിന് പ്രകാരം ഹയർ പർച്ചേസർ ഈ പറയുന്ന ഹയർ പർച്ചേസ് വെൻഡർക്ക് എത്ര രൂപ കൊടുക്കണം. ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് പ്രകാരം പർച്ചേസർ വെൻഡർക്ക് എത്ര രൂപ കൊടുക്കണം. അപ്പോൾ അതിനകത്തെന്ന് പറയുമ്പം ഈ പറഞ്ഞ ഇനിഷ്യൽ പേയ്മെൻറ്റ്, കാരണം നമ്മൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുമ്പോൾ ആദ്യം ഒരു നിശ്ചിത തുക നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം, ഇനിഷ്യൽ പേയ്മെൻറ്റ്. അതിനോടൊപ്പം തന്നെ ചിലപ്പം ആ ഇനിഷ്യൽ പേയ്മെൻറ്റും കൂടെ എന്ത് ചെയ്യും, ഉൾപ്പെട്ടതാണ് ഈ പറഞ്ഞ ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷേങ്കിൽ ഈ ഹയർ പർച്ചേസ് പ്രൈസിനകത്ത് നമ്മൾ ഈ എഗ്രിമെൻറ്റ് നമ്മൾ എഗ്രിമെൻറ്റ് നമ്മൾ ബ്രേക്ക് ചെയ്തെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പെനാൽറ്റിയോ കോമ്പൻസേഷനോ ഒന്നും തന്നെ ഈ പറഞ്ഞ ഹയർ പർച്ചേസിനകത്ത് ഉൾപ്പെടുത്താൻ പാടില്ല. ഇനി ഹയർ പർച്ചേസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ പറഞ്ഞ ക്യാഷ് പ്രൈസ് അല്ലേ, ഈ പറഞ്ഞ ക്യാഷ് പ്രൈസ് പ്ലസ് ഇൻട്രസ്റ്റ് അല്ലേ, ഇൻട്രസ്റ്റ്. ദാറ്റ് മീൻസ് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് വഴിയാണ് നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് വേണമെങ്കിൽ ചാർജ് ചെയ്യാം. അപ്പോൾ ക്യാഷ് പ്രൈസിലൂടെ ഇൻസ്റ്റാൾമെൻറ്റ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്, ഹയർ പർച്ചേസ് പ്രൈസ് നമുക്ക് ലഭിക്കുന്നത്.
അടുത്താണ് നെറ്റ് ക്യാഷ് പ്രൈസ്. നെറ്റ് ക്യാഷ് പ്രൈസ് എന്ന് പറയുമ്പോൾ ക്യാഷ് പ്രൈസിൽ നിന്ന് എന്ത് ഡിഡക്റ്റ് ചെയ്യണം, എന്ത് ലെസ് ചെയ്യണം. ഇനിഷ്യൽ പേയ്മെൻറ്റ് തുടക്ക സമയത്ത്, അതായത് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും തുക കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ തുക നമ്മൾ എന്ത് ചെയ്യണം, കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന തുകയ്ക്ക് പറയുന്ന പേരാണ് നെറ്റ് ക്യാഷ് പ്രൈസ്. അടുത്താണ് ഡൗൺ പേയ്മെൻറ്റ്. ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറയുമ്പം എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും തുക കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറയുന്നു. അടുത്താണ് നെറ്റ് ഹയർ പർച്ചേസ് പ്രൈസ്. നെറ്റ് ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ടോട്ടൽ ഹയർ പർച്ചേസിൽ നിന്നും ഗുഡ്സ് ഡെലിവറി ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ്, ഗുഡ്സിന് നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഷുറൻസ് പ്രീമിയം, ആ തുകകളെല്ലാം നമ്മൾ കുറയ്ക്കുക. അപ്പോൾ കിട്ടുന്ന തുകയ്ക്കാണ് നമ്മൾ നെറ്റ് ഹയർ പർച്ചേസ് എന്ന് പറയുന്നത്.